ലോകത്ത് ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും നന്ദി കെട്ട ജീവി മനുഷ്യനാണ്. മനുഷ്യന് സത്യത്തിൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് നന്ദി കുറവാണ്. അനുഗ്രഹദാതാക്കളോട്, അനുഗ്രഹം നൽകുന്നവരോട്, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരോട് നന്ദി കാണിക്കുന്ന സ്വഭാവം പൊതുവെ മനുഷ്യന് കുറവാണ്. അത് അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സൂറയാണ് സൂറത്തുൽ ആദിയാത്ത്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഊതിക്കേൽപ്പിച്ചത്. നമുക്കതിന്റെ അർത്ഥത്തിലേക്കൊന്ന് കടക്കാം. വൽ ആദിയാത്തി ലബ്ഹൻ, കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. അള്ളാഹ് സത്യം ചെയ്യാൻ, കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. നമ്മളും കിതച്ചോടുകയാണല്ലോ അല്ലേ? ദുനിയാവിൽ കിതച്ചോടുകയല്ലേ? കിതച്ചോടിക്കൊണ്ടിരിക്കുന്നവ തന്നെയാണ് സത്യം. വൽ ആദിയാത്തി ലബ്ഹൻ ഫൽ മൂരിയാത്തി ഖദ്ഹൻ. ഖദ്ഹ് എന്ന് പറഞ്ഞാൽ കുളമ്പടിക്കുകയാണ്. കുതിരയുടെ കുളമ്പ് അടിച്ച് തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ടാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തന്നെയാണ് സത്യം. ഫൽ മുഗീറാത്തി സുബ്ഹൻ, പ്രഭാതവേളയിൽ ആക്രമിക്കുന്നവ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖ്അൻ, പൊടിപടലങ്ങൾ ഇളക്കിവിടുന്ന അവ തന്നെയാണ് സത്യം. ഫവസത്ന ബിഹി ജംഅൻ, ശത്രു സമൂഹത്തിലേക്ക് ചാടി വീഴുന്നവ തന്നെയാണ് സത്യം. ഇത്രയും സത്യങ്ങൾ ചെയ്തുകൊണ്ട് 5 സത്യം അല്ലാഹു ചെയ്തു. ആ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നത് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂത്, മനുഷ്യൻ തന്റെ നാഥനോട് നന്ദി കെട്ടവനാണ്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്താലും മനുഷ്യൻ നന്ദി കെട്ടവനാണ്. അത് നമ്മളെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചത് ഒരു കുതിരയെയാണ്. ആ കുതിര എന്താ ചെയ്തത്? വൽ ആദിയാത്തി ലബ്ഹൻ, അത് കിടച്ചോടുകയാണ്. അതിശക്തമായ വേഗത അറിയിക്കാനാണ്, കുതിരയുടെ വേഗത അറിയിക്കാനാണ് കിതച്ചുകൊണ്ട് ഓടുക എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഫൽ മൂരിയാത്തി ഖദ്ഹൻ, അത് കല്ലിൽ അതിന്റെ കുളമ്പടിക്കുമ്പോൾ തീപ്പൊരി പാറുന്നുണ്ട്. അപ്പോഴും അതിന്റെ വേഗതയാണ് അറിയിക്കുന്നത് ആ കുതിരയുടെ. ഫഅസർന ബിഹി നഖ്അൻ, അത് പൊടിപടലങ്ങൾ ഇളക്കി വിടുന്നുണ്ട്. പൊടിപടലങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് കല്ലിൽ കുളമ്പടിക്കുമ്പോൾ തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ട് കിതച്ചോടുന്നവ തന്നെയാണ് സത്യം. പിന്നെയോ ഫഅസർന ബിഹി നഖ്അൻ ഫവസത്ന ബിഹി ജംഅൻ, ശത്രു സമൂഹത്തിലേക്ക് ചാടി വീഴുന്നവ തന്നെയാണ് സത്യം. ഫൽ മുഗീറാത്തി സുബ്ഹൻ അതിലടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, പ്രഭാതവേളയിൽ കടന്നാക്രമിക്കുന്നവന് തന്നെയാണ് സത്യം. ഇങ്ങനെ 5 സത്യങ്ങളാണ് അള്ളാഹു ചെയ്തത്. ഈ 5 സത്യങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞതോ മനുഷ്യൻ തന്റെ നാഥനോട് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂത്, കിതച്ചോടുന്ന കുതിര. ഒരു കിതച്ചോടുന്ന കുതിരകളാണ് നമ്മളൊക്കെ. അതിന് ഈ നന്ദി കെട്ടവനെന്ന് പറയാൻ അള്ളാഹു കാരണം പറഞ്ഞതോ വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവന് ധനത്തോടുള്ള പ്രേമം അതിശക്തമാണ്. അതെന്റെ കാരണം. നന്ദി കേണ്ട കാരണം അതാണ്. സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം. നമുക്ക് ഇതെന്താന്ന് നോക്കാം. ഈ കിതച്ചോടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് ഇതൊരു കുതിരയാണ്. ആ കുതിര കിതച്ചോടുകയാണ്. അത് കല്ലിൽ കുളമ്പടിച്ചുകൊണ്ട് തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ടാണ് ഓടുന്നത്. പിന്നെയോ ഫൽ മുഗീറാത്തി സുബ്ഹൻ, ശത്രുക്കൾ എഴുന്നേൽക്കും മുമ്പ് പ്രഭാതവേളയിൽ ആക്രമിക്കുകയാണ്. ഫഅസർന ബിഹി നഖ്അൻ, പൊടിപടലങ്ങൾ ഇളക്കി വിടുന്നുണ്ട്. എന്നിട്ട് ഫവസത്ന ബിഹി ജംഅൻ, ശത്രു സമൂഹത്തിന് മുമ്പിലേക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് കുതിര ചാടി വീഴുകയാണ്. ആ കുതിരയെ വളർത്തുന്ന യജമാനൻ ആ കുതിരക്ക് കൊടുത്തതോ ഏതാനും വൈക്കോലുകളും അല്പം മുതിരയും അല്പം ഭക്ഷണ സാധനങ്ങൾ. അത് കൊടുത്തതിന് ആ നന്ദി, ആ കുതിര കാണിച്ച നന്ദി, തന്റെ യജമാനെയും പുറത്ത് കയറ്റിക്കൊണ്ട് ശത്രുക്കളുടെ മുമ്പിലേക്ക് ചാടി വീഴുകയാണ്. ഇരുതല മൂർച്ചയുള്ള വാളിന്റെ നേരെയാണ് അത് ചാടുന്നത് ആ കുതിര. നമ്മളൊക്കെ പറയാറുണ്ട് കുതിര പോലെ വലുതായ പോരാ. കുതിര നന്ദിയിട്ട ജീവിയാ, മനുഷ്യനാ നന്ദിയിട്ടവൻ. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ നന്ദിയിട്ടവനാണ്. അത് അള്ളാഹു അറിയിക്കുന്നത് വിവിധ ശൈലിയിലാണ്.
അതിലൊരു ശൈലിയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഒരു മൃഗത്തെ നമ്മളുടെ മുമ്പിൽ വരച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു മനുഷ്യൻ നന്ദി കെട്ടവനാ. നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും ആ നന്ദികേട് അല്ലേ? ജീവിതത്തിന്റെ പല മേഖലകളിൽ സുഹൃത്തുക്കളിൽ നിന്നാവാം, ഭാര്യയിൽ നിന്നാവാം, ഭർത്താവിൽ നിന്നാവാം, മക്കളിൽ നിന്നാവാം. നന്ദികേടിന്റെ ഘോഷയാത്ര അനുഭവിക്കുന്നവരാണ് നമ്മൾ അല്ലേ? ഇനിയോ നമ്മളെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താ? ഈ മനുഷ്യൻ കിതച്ചോടുകയാണല്ലോ, ഈ കുതിരയെപ്പോലെ തന്നെ അല്ലേ? പല പൊടിപടലങ്ങളും ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഓടി തളരുകയാണ്. അവസാനം മയ്യത്തീട്ടിൽ തളർന്നു വീഴും, അതുവരെ ഓടും. അതാണ് മനുഷ്യന്റെ സ്വഭാവം അല്ലേ? അള്ളാഹു പറഞ്ഞു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, ദുനിയാവിൽ വെച്ച് സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ വാരിക്കൂട്ടി, സ്വർണവും വെള്ളിയുമൊക്കെ. അതാണ് ജീവിതത്തിൽ ലക്ഷ്യമെന്ന് അവൻ ധരിച്ചു. ഒരുപാട് സ്വർണവും വെള്ളിയും കാറും ബംഗ്ലാവും ഒക്കെ നേടിയാൽ തന്റെ ജീവിതത്തിന് ലക്ഷ്യം അത് സഫലമാകും എന്ന് അവൻ വിചാരിച്ചു. അള്ളാഹു പറയാണ്, അത്തരം ആളുകൾ ദുനിയാവ് സമ്പാദിച്ചു, ഒരുപാട് ധനമുണ്ടാക്കി, പക്ഷേ ലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിച്ചില്ല. ദുനിയാവിന്ന് ഒരുപാട് ഉണ്ടാക്കി, പക്ഷേ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല. നന്ദി കെട്ട മനുഷ്യൻ അവന്റെയും കുടുംബത്തിന്റെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ വേണ്ടി രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ കിതച്ചോടി അല്ലേ? എന്നിട്ടല്ല പറയാ, അത്തരം ആളുകൾ മയ്യത്ത് കട്ടിലേക്ക് കിടന്ന് അള്ളാഹുവിന്റെ ലോകത്തേക്ക് എത്തുമ്പോൾ അള്ളാഹ് പറയാണ്, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവസാനം അവന് ലഭിക്കാനുള്ളത് മാരകമായ വേദനാജനകമായ ശിക്ഷയാണ്. ഒരുക്കി വെച്ചിട്ടുണ്ടല്ല, അത് എന്നാ മതി. അപ്പൊ ദുനിയാവിന്റെ ലക്ഷ്യം എന്തല്ല? സ്വർണവും വെള്ളിയും വാരിക്കോട്ടിലല്ല. പിന്നെന്താ വേണ്ടത്? സഹാബത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് നമുക്ക് സമ്പത്തിനോട് താല്പര്യമുണ്ടാവും, നമ്മളത് സമ്പാദിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ എന്താ നമ്മൾ ഇതല്ലാണ്ട് സമ്പാദിക്കേണ്ടത് ദുനിയാവിൽ ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക്? റസൂലുള്ള പറഞ്ഞു, ഖൽബുൻ ഷാക്കിറ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ്, അത് സമ്പാദിച്ചേ പറ്റൂ. ദുനിയാവിൽ ജീവിക്കുന്ന ആള് മരിക്കുന്നതിനിടയ്ക്ക് സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ മുതലതാ അള്ളാഹിനോട് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം. പിന്നെ ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ്, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ് വേണം. സൗജത്തൻ സാലിഹ, സൽക്കർമ്മിണിയായ ഒരു ജീവിത പങ്കാളി, അതാണാവാം പെണ്ണാവാം, ആണിന് പെണ്ണും പെണ്ണാണും. പങ്കാളി എങ്ങനെയുള്ളവളായിരിക്കണം? സാലിഹത്തായിരിക്കണം, സാലിയായിരിക്കണം. ഇത് രണ്ടും മൂന്നാമത്തതാ. നാലാമത്തെ റസൂലുള്ള പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഖൽബുൻ ഷാക്കിർ, അതോടൊപ്പം ലിസാനുൻ ദാക്കിർ, സൗജത്തുൻ സാലിയ. അതെന്താണ്? ഖൈറു മക്തസബന്നാസ്, മനുഷ്യൻ സമ്പാദിക്കുന്ന സമ്പത്തിൽ ഏറ്റവും ഉത്തമ. ഇത് മൂന്നും കിട്ടിയാൽ ജീവിതം സഫലായി. ഇത് മൂന്നും കിട്ടിയില്ലെങ്കിൽ ജീവിതം സഫലല്ല. കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടാവാം, പക്ഷേ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഹൃദയം, നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നവരോടുള്ള നന്ദി കാണിക്കുന്ന ഒരു മനസ്സില്ലാത്ത ഒരു മനുഷ്യൻ, ഓൻ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടൊരു കാര്യമില്ല, നഷ്ട. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? സമ്പാദിക്കുന്നതിൽ ഏറ്റവും വലിയ മുന്തിയ സമ്പാദ്യം ഖൈറു മക്തസബന്നാസ്, മനുഷ്യൻ സമ്പാദിക്കുന്ന സമ്പാദങ്ങളിൽ ഏറ്റവും ഉത്തമമായ സമ്പാദ്യം ഖൽബുൻ ഷാക്കിർ, നന്ദിയുള്ള ഒരു മനസ്സ്, ലിസാനുൻ ദാക്കിർ, അള്ളാഹിനെ സ്മരിക്കുന്ന ഒരു നാവ്, സൗജത്തുൻ സാലിയ, സാഹലിയത്തായ ഒരു പെണ്ണ്. അല്ലാണ്ട് സെക്സ് നടത്താൻ ഒരു പെണ്ണല്ല, സെക്സ് നടത്താൻ ഒരാണുമല്ല, അങ്ങനെ ഇസ്ലാം പറയുന്നില്ല. അത് ഏത് മൃഗങ്ങൾക്കും ഉണ്ട് ഒരാണും പെണ്ണും, അത് അങ്ങനെ സൃഷ്ടിച്ചല്ല. എല്ലാ ജീവികളെയും ഇണയും തുണയുമായി സൃഷ്ടിച്ച. വേണ്ട എന്താ? ഒന്ന് സാലിഹത്തായിരിക്കണം, ഒന്ന് സാലിഹായിരിക്കണം, രണ്ടും അങ്ങനെ ആയിരിക്കണം, എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്താലോ? റസൂലുള്ള പറയാൻ, തുഈനു അല അംദി ദുനിയാക്ക, സാലിഹത്തായ ഒരു പെണ്ണാണ് എന്റെ ജീവിത പങ്കാളിയെങ്കിൽ തുഈനുക അല അംദി ദുനിയാക്ക, നിന്റെ ദുനിയാവിന്റെ ക്ലേശങ്ങളിൽ നിന്നെ സഹായിക്കാൻ അവൾ ഉണ്ടാവും. സാലിഹത്തായ പെണ്ണാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ. നമ്മളൊക്കെ പെണ്ണ് കിട്ടുമ്പോൾ നോക്കൽ സാലിഹത്തായ പെണ്ണല്ല, ഓളെ ബാപ്പക്കത്ത് മുതലുണ്ട്, ഓൾ എത്രമാത്രം വെളുത്തവളാണ്, ഓൾക്ക് ഉണ്ട കണ്ണുണ്ടോ, കവിൾത്തടം തുടുത്തതാണോ, പിന്നെ ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിക്കും അല്ലേ? ഇതൊക്കെ നോക്കല്. അല്ലാണ്ട് ആ പെണ്ണും ആ കുടുംബവും സാലിഹത്താണോ, അള്ളാഹുമായിട്ട് വല്ല ബന്ധമുള്ളവരാണോ, അത് നോക്കാറില്ല.
നമുക്ക് വേണ്ട എന്താ? മുക്കാലുണ്ടായാൽ മതി. റസൂൽ പറയാൻ തുഈനു അല അംദി ദുനിയാക്ക, ദുനിയാവിന്റെ കാര്യത്തിൽ നിന്നെ സങ്കടപ്പെടുത്തൂലോള്. സാലിയത്തായ പെണ്ണാണെങ്കിലേ അത് കിട്ടാണ്ടേ ഒരുപാട് സൗന്ദര്യവും ശാരീരിക യോഗ്യതയുമുള്ള പെണ്ണുങ്ങളെ കിട്ടിയ 90% ആളുകൾ ഇന്ന് കരയാണ്, വിലപിക്കുകയാണ്. അതെന്തുകൊണ്ടാ? ലോകത്ത് ഈ സാധനം കിട്ടാനില്ല കേട്ടോ. അതുകൊണ്ടാ പറഞ്ഞത് തുഈനു അല അംദി ദുനിയാക്ക വ ദീനിക്ക വ ആഖിറത്തിക്ക, നിന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ നിന്നെ അവൾ സഹായിക്കും, നിന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കും. നീ പ്രയാസപ്പെടുമ്പോൾ അവൾ കണ്ണീരപ്പാൻ കൂടെ ഉണ്ടാവും. കണ്ണീര് വർദ്ധിപ്പിക്കൂല, സങ്കടം വർദ്ധിപ്പിക്കൂല, ദുഃഖം വർദ്ധിപ്പിക്കൂല. അത് അവൾക്കും അങ്ങനെ തന്നെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സാന്ത്വനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കും. അതിലും വലിയൊരു സമാധാനം വേറെ കിട്ടാനുണ്ടോ? കാറും വീടും ബംഗ്ലാവും ഉണ്ടായാൽ അത് നേടാൻ കഴിയുമോ? ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത്, റസൂല് പറഞ്ഞ കാര്യം എന്താ? ഒന്ന്, കൽബൻ ഷാക്കിറ, നന്ദിയുള്ള ഹൃദയം അള്ളാഹ്ക്ക്, അല്ലെ? അതുപോലെ പരസ്പരം നന്ദിയുള്ള ഹൃദയം. ഭർത്താവിനോട് നന്ദി കാണിക്കുന്ന ഭാര്യ, ഭാര്യയോട് നന്ദി കാണിക്കുന്ന ഭർത്താവ്, ഇതൊക്കെ പരസ്പരം നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ. അത് വിട്ടുകളഞ്ഞാലോ അള്ളാഹ് പറയാ ഒമൻ ആറല്ലാൻ ദിക്രി, ആ ദിക്ർ അള്ളാഹുവിനെ തൊട്ട് ഓർക്കുന്ന ഒരു നാവ് സമ്പാദിക്കാത്ത മനുഷ്യൻ അവൻ മരിച്ചാൽ ഫൈനലഹു മൈഷത്തൻ ലഗ, മരിക്കുന്നതിന് മുമ്പ് തന്നെ ദിക്റില്ലാത്ത മനുഷ്യൻക്ക് അള്ളാഹു മാനസികമായ ഇടുക്കമുള്ള ജീവിതം നൽകും. വലിയ പ്രയാസം അള്ളാഹു ഉണ്ടാക്കും. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ പിന്നാലെ പിന്നാലെ ഇടുക്കമുള്ള ജീവിതം. എന്താ കാരണം? അള്ളാഹുവിനെ സ്മരിക്കുന്ന ജീവിതമല്ല, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം. അതുകൊണ്ടാണ് ലിസാനൻ ദാക്കിറൻ, ആ ദാക്കിറായിരിക്കണം. അതുകൊണ്ടാണ് ഒമൻ ആറല്ലാൻ ദിക്രി ഫൈന ലഹു മഈശത്തൻ ലങ്ക, ദുനിയാവ് തന്നെ അങ്ങേയറ്റത്തെ സങ്കടവും പ്രയാസവും ദുരിതങ്ങളും വേവലാതികളും കഷ്ടപ്പാടുകളും ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കും അള്ളാഹുവിനും മറന്നുപോയവൻ. എന്നിട്ട് അല്ലാഹ് പറയാം നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, പരലോകത്ത് അള്ളാഹു ഈ മനുഷ്യനെ കണ്ണുപൊട്ടനായിട്ട് ഒരുമിച്ച് കൂട്ടും. കോടാനുകൂടി മനുഷ്യന്മാർ, ബില്യൺ കണക്കിന് മനുഷ്യന്മാർ ഒത്തുകൂടിയ പരലോകത്ത് തള്ളവിരലിൽ മാത്രം പതിക്കാൻ സ്ഥലമുള്ള സ്ഥലത്ത് ഈ ദിക്റില്ലാത്ത മനുഷ്യനെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത് കണ്ണുപൊട്ടനായിട്ട്. ആലോചിച്ച് നോക്കുമ്പോൾ ഇതിന്റെ മാനസികാവസ്ഥ. അപ്പൊ നമ്മൾ ചോദിക്കും, പടച്ചവനെ ലിമ ഹഷർത്തനി ആകുമ, പടച്ചവനെ ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അല്ലാഹുവേ നീ എന്നെ കണ്ണുപൊട്ടനാക്കിയത്? ലിമ ഹഷർത്തനി ആകുമ വഖദ് കുൻതു ബസീറ, ഞാൻ കണ്ണുള്ളവനായിരുന്നല്ലോ. അള്ളാന്റെ മറുപടി കാല കദാലിക്, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് കണ്ണ് മാത്രമല്ല ഒരകക്കണ്ണും തന്നിരുന്നു. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തിയും എല്ലാം നിനക്ക് നൽകിയിരുന്നു. അത്തത്ക്ക് ആയാത്തുന, അതിന് പുറമെ നിനക്ക് ബുദ്ധിയും ശക്തിയും അത് മാത്രമല്ല എല്ലാം തന്നു. അത്തത്ക്ക് ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളും തന്നു, നമ്മുടെ തെളിവുകൾ. നീ എങ്ങനെ ജീവിക്കണം, നീ എങ്ങനെയായിരിക്കണം, നന്ദി കാണിക്കട്ടെ, എങ്ങനെ ജീവിക്കണം, നീ എന്താണ് സമ്പാദിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു തരാൻ ആയത്തുകളും വന്നു. അത്തത്ക്ക് ആയാത്തുന ഫനസീതഹ, നീ അതിനെല്ലാം മറന്നു, നീ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഫനസീതഹ, അള്ളാഹുവിന്റെ ദീനൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ മരിക്കുമ്പോഴാണ് ആളുകൾക്ക് ഒരു ദീനിന്റെ ആവശ്യം ഉണ്ടായത്. മയ്യത്തിന് വേണം, കഫത്തുണി വേണം, മയ്യത്തിന് സെന്റ് വെക്കണം, എന്ത് കാര്യം? അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തജ്ഹീസുൽ മയ്യത്ത് പരിപാലനത്തിന്റെ രൂപമാണത്. അതിൽ കവിഞ്ഞാലും കൂലിയൊന്നുമില്ല കേട്ടോ. എന്താ തുണിയൊക്കെ വാങ്ങാൻ പോണോലും അത് കട്ട് ചെയ്യുന്നോലും അത് കഫൻ ചെയ്യുന്നോലും എന്തൊരു അറിവാണ്, എന്തൊരു അമല ചെയ്യുന്നവരുകൾ മയ്യത്തിന് വേണ്ടി. പക്ഷേ എങ്ങോട്ടത് അയക്കുന്നത്? കണ്ണുപൊട്ടനാകാൻ പരലോകത്ത് അങ്ങോട്ടേക്ക് അയക്കുന്നത് കെട്ടിപ്പോയിഞ്ഞ് കേട്ടോ. വേദനയോടുകൂടി ഓർക്കുക, നമ്മൾ ലിസാനൻ ദാക്കിറാവണം, കൽബൻ ഷാക്കിറാവണം, നന്ദിയുള്ള ഹൃദയം, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവ്. ഇത് രണ്ടും ദുനിയാവിന് സമ്പാദിച്ചോളി. മൂന്നാമതായി സമ്പാദിക്കേണ്ടത് സൗജത്തൻ സാലിഹ, സൽക്കർമ്മിണിയായ ഭാര്യ. മൂന്നാമത്തത് സന്തോഷമായി. ഇനി ദുനിയാവിൽ ഒന്നും വേണ്ട, ആഖിറത്തിലും വേണ്ട, എല്ലാം കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഏറ്റവും നല്ല അനുഗ്രഹീതമായ അവസ്ഥ വരും. അല്ലാണ്ട് മരിച്ചാലോ അന്ധനായി പരലോകത്ത് വരും.
എന്നിട്ടോ നമ്മൾ ചോദിക്കൂ, എന്തുകൊണ്ടാണ് പടച്ചോനെ എന്നെ നീ അന്ധനാക്കിയത്? കണ്ണ് കാണുന്നതിനായിരുന്നല്ലോ ഞാൻ മരിക്കും വരെ. എല്ലാ കണ്ണ് മാത്രമല്ല, അകക്കണ്ണുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്തു. എന്റെ അകക്കണ്ണുകൊണ്ട് ഞാൻ പലരെയും വഞ്ചിച്ചു. അങ്ങനെ സമ്പാദ്യങ്ങൾ ഒരുപാട് കൂട്ടിയുണ്ടാക്കി, വില കൂടിയ വാഹനങ്ങൾ വാങ്ങി, ഉന്നതമായ കൊട്ടാരങ്ങൾ പടുത്തുയർത്തി. അതെല്ലാം കഴിഞ്ഞു, അവിടുന്ന് പോന്നു. ഇവിടെ വന്നപ്പോ കണ്ണ് കാണില്ല. ലിമ ഹഷർത്തനി ആകുമ, എന്തിനാ പടച്ചോനെ കണ്ണൂട്ടനാക്കിയത്? എനിക്ക് കണ്ണുണ്ടല്ലോ. അള്ളാന്റെ മറുപടി എന്താ? അത്തത്തിക്ക് ആയാത്തുന, കണ്ണ് നിനക്കുണ്ടായിരുന്നു, നാം നിനക്ക് എങ്ങനെ നീ ജീവിക്കുന്നുള്ള തെളിവ് നൽകിയിരുന്നു. എന്നിട്ടോ ഫനസീതഹ, നീ അത് മറന്നു. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നാം നിന്നെ മറക്കുകയാണ്. റബ്ബ് മറക്കുക പരലോ. സങ്കടം സഹിക്കാൻ കഴിയുഞ്ഞി ലോകത്തിന് ആരെ നമ്മൾ ഓർക്കാനുണ്ടാകുക? ആർക്കേ ഓർക്കാൻ കഴിയുമോ? അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് ഈ 3 കാര്യം സമ്പാദിക്കണം. സാലിഹത്തായ പെണ്ണ്, ശുക്റുള്ള കൽബ്, ദിക്റുള്ള നാവ്. കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റൊരു ഹദീസിൽ, അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്നിസുൽ മർ, മനുഷ്യൻ സമ്പാദിക്കുന്ന ഏറ്റവും ഉത്തമമായ സമ്പാദ്യം ഏതാണെന്ന് പറഞ്ഞു തരട്ടെയോ? അൽ മർഅത്തു സാലിഹ, നല്ല പെണ്ണ്. സമാധാനായി. കേട്ടോ, സൽക്കർമ്മിയായ. എന്താ അതിന്റെ പ്രത്യേകത? ഇതാ നളറ ഇലേഹ, അവളെ നീ ഒന്ന് നോക്കിയാൽ മതി, സറത്ത്, സന്തോഷിപ്പിക്കും. നീ നോക്കുമ്പോൾ സന്തോഷിപ്പിക്കും. എന്ന് പറഞ്ഞാൽ വളരെ ടെൻഷനായി വീട്ടിലേക്ക് കയറി വന്നു, അവളെ കണ്ടു, ഉരുകിപ്പോകും ടെൻഷൻ ഭാര്യനെ കണ്ടാൽ. അതാണ് സാലിഹത്തായ പെണ്ണ്. നമ്മളൊക്കെ ഭാര്യനെ കണ്ടാൽ അവളുള്ള ടെൻഷനും കൂടിയും ഒരു 10 ഇരട്ടി വരും, ഇല്ലേ? എന്നിട്ട് നിങ്ങൾ പൊട്ടിക്കരിഞ്ഞിട്ടാ പുറത്തേക്ക് ഇറങ്ങി പോവുക. എന്താ കാരണം? നിങ്ങൾ പെണ്ണിട്ടും ആലോചിച്ചില്ല. നിങ്ങൾക്ക് അന്ന് വേണ്ട എന്തായിരുന്നു? ഒരു പെണ്ണ. എന്തിന്? സെക്സിന്. വേറെ ഒന്നും ആലോചിച്ചില്ല. റസൂൽ എന്ത് പറഞ്ഞു മുസ്ലിങ്ങളോട്? ഇഖ്തറു ലിനുത്ഫിക്കും, അള്ളാഹു നിങ്ങളെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. നിങ്ങളുടെ ഇന്ദ്രിയം എവിടെ വെക്കണം എന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തെരഞ്ഞെടുക്കണം. ഇഖ്തറു, തെരഞ്ഞെടുത്തോളിതാണ്. ഉണ്ടോ? തെരഞ്ഞെടുക്കണം. നിങ്ങളെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു? പണം, പത്രാസ്, സ്ഥാനമാനം, അല്ലേ? അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് പെണ്ണ് കിട്ടുള്ളൂ. ഇതല്ലേ ഇനിയോ? ഇപ്പൊ കൊയങ്ങിക്കുന്നു. കാരണം എന്താ? ഇപ്പൊ പുറത്തു പോയിട്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ പരാതിക്കെട്ടുകളുമായി നമ്മളുടെ ഭാര്യയും, അതോടുകൂടി നമ്മളുടെ ജീവിതം വല്ലാതെ ദുസ്സഹമാവും. കേട്ടോ, അതുകൊണ്ട് സാലിഹത്തായ പെണ്ണ് കിട്ടിയാലുള്ള ഗുണമാണ്. ഇതാ നളറ ഇലൈഹ സറത്തു, നീ അവളെ നോക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്താൽ മതി. ഗൾഫിൽ നിന്ന് അവളെ കണ്ടു കഴിഞ്ഞാൽ ഉരുകിപ്പോവും നമ്മളുടെ പ്രയാസങ്ങൾ. നമ്മൾ അവിടുന്ന് ഒരുപാട് പ്രയാസത്തോടു കൂടിയായിരിക്കും ഒരു വീഡിയോ കോൾ ചെയ്യുന്നു. ആ വീഡിയോ കോളിൽ അവളെ കാണുമ്പോൾ, അവൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഉരുകിപ്പോവും. അത് ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് സാലിഹത്തായ പെണ്ണ്. മനസ്സിലായോ? അപ്പം മറ്റൊന്നെന്താ? റസൂൽ പറയാ, വൈദ അമറഹു, സാലിഹത്തായ പെണ്ണോട് നീ വല്ലതും കൽപ്പിച്ചാൽ അത്താഴത്തുഹു, അതനുസരിക്കും. ഏതൊരു നിർദ്ദേശവും ഭർത്താവിന്റെ നിർദ്ദേശം സാലിഹത്തായ പെണ്ണ് അനുസരിച്ചിരിക്കും. വൈദ ഗോബ അൻഹ ഹഫിലത്തുഹു, ഭർത്താവിന്റെ അഭാവത്തിൽ അയാൾക്കുള്ള എല്ലാ അവകാശങ്ങളും അവൾ സംരക്ഷിക്കും, ഒന്നും നശിപ്പിക്കൂല. ഭർത്താവിന്റെ അഭാവത്തിൽ അവൾ അയാൾക്ക് അവകാശപ്പെട്ടതെല്ലാം സംരക്ഷിക്കും. ഇപ്പം എന്ത് പറഞ്ഞു? അനുസരിക്കണം, അല്ലേ? നമ്മൾ പറഞ്ഞാൽ നമ്മൾ പയ്യുള്ള ഭാര്യമാര് 100% അനുസരിക്കൂല. അങ്ങനെ അനുസരിക്കാണ്ടായി നിങ്ങൾക്കിപ്പോൾ ഒരു ഡിപ്രഷനായിട്ടുണ്ട്, ഇല്ലേ? ഒരുവിധം ആളുകൾ ഡിപ്രഷനിലാ പോകുന്നുണ്ട്. ഓൾ ഡിപ്രഷനില്ല, ഓൾ അതിലും വലിയ ഡിപ്രഷനില്ല. കാരണം എന്താ? ഇങ്ങനത്തെ ഒരു ഒലബിളുന്ന സാധനത്തിനുള്ള പടച്ചോനെ. മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനൊന്നും ഇയാൾ ഇങ്ങനെയല്ലായിരുന്നു. ഇയാൾ പൊന്നെ കണ്ണെന്ന് വിളിച്ചതാ. ഇപ്പൊ പൊന്നെ കണ്ണൊക്കെ പോയി, ഇപ്പൊ ഹയവാൻ എന്നാ വിളിക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ? മടുത്തു, അല്ലേ? അതുകൊണ്ടാണ് ഇസ്ലാമിൽ എന്ത് പറഞ്ഞത്? ശ്രദ്ധിക്കണം. നോക്കൂ, നിങ്ങൾ അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാലേ സാലിഹത്തായ പെണ്ണെ പഠിപ്പിച്ചെന്താ അറിയോ? ലൗ കുൻതു ആമിറൻ അഹദൻ, ഞാനെങ്ങാനും ഒരാളോട് കൽപ്പിക്കുകയാണെങ്കിൽ, അൻ യസ്ജുദ ലി അഹദിൻ, ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുമെങ്കിൽ ഞാൻ അതിന് കൽപ്പിക്കും. ആരോട്? ലഅമർത്തുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹ, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യണമെന്ന്. ഇന്നത്തെ പെണ്ണോട് പറഞ്ഞാൽ എന്ത് പറയും?
ഇന്നത്തെ പെണ്ണ് സാലിയത്തല്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ വെറുതെ മറ്റേ സാലിയത്തല്ലാത്ത വേറൊരു സാലിയത്ത് ഉണ്ടായതാണ്. അത് അങ്ങനെ തന്നെ. പട്ടിക്കുട്ടിക്ക് കോഴിക്കുട്ടി വരുത്തില്ലല്ലോ. ഉണ്ടോ? പട്ടിക്കുട്ടിക്ക് കോഴിക്കുട്ടി വിരിയോ? ഇല്ല. അപ്പോ അതുകൊണ്ടാണ്. മറ്റെന്താ, ഇസ്ലാമിയത്തുണ്ടാവും. സാലിയത്തായ പെണ്ണ് ആ കുടുംബത്തിലുണ്ടാവും. ഓള് പഠിച്ചതും കേട്ടതും അതാണ്, ഓള് മനസ്സിലാക്കിയതും. അതുകൊണ്ട് എന്താ, ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. റസൂൽ പറയാം. എന്താ കാരണം? മിൻ ഇളമി ഹഖിഹി അലൈഹ, അവർ ആ ഭർത്താവിനുള്ള ബാധ്യതയുടെ വലുപ്പം കാരണത്താൽ. അത്ര ബാധ്യതയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് ജീവിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകൾക്കുമായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുത്തൊരു ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പണക്കാരനല്ല. അറബികളുടെ ആടുകളെ മേച്ച് നടന്ന ഇടയനാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനായി നുബുവത്ത് പട്ടം ഹിറാ ഗുഹയിൽ വെച്ച് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ ആദ്യമായി കണ്ട് വഹി കൊടുത്തപ്പോൾ, ഈ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അയച്ചു നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറച്ചുപോയി. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ട് തന്നെ വിറച്ചു. അതിലടുക്കാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊണ്ട് വായിക്കാൻ നബിയോട് ആവശ്യപ്പെട്ടു. നബി പേടിച്ചരണ്ടുകൊണ്ട് പറഞ്ഞു, മാ അനബി കാരി, എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. അള്ളാഹിന്റെ മലക്ക് ഫഹത്തഹു, നബി അങ്ങോട്ട് പിടിച്ച് ആലിംഗനം ചെയ്തു, അമർത്തി ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. 2 വട്ടം പറഞ്ഞു, അപ്പോഴും പറഞ്ഞ അറിയില്ല. 3-ാമത്തെ വട്ടം അമർത്തിപ്പിടിച്ച് ആലിംഗനം ചെയ്തപ്പോൾ അള്ളാഹിന്റെ റസൂലിന് ഓതിക്കൊടുത്ത ആയത്താണ് ഇഖ്റ ബിസ്മി. അല്ലേ? അത് കഴിഞ്ഞ് മലക്ക് പോയി ഈ ആയത്ത് 4 ആയത്ത് ഓതിക്കൊടുത്തതിനു ശേഷം മലക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനിച്ച് വിറച്ച് വീട്ടിലേക്ക് കയറി വന്നു. ഇലാ ഹദ്റത്തി ഖദീജ റളിയല്ലാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് വന്നു. എന്നിട്ട് ഭാര്യനോട് റസൂലുള്ള പറഞ്ഞു, ജമ്മിലൂനി യാ ഖദീജ, ജമ്മിലൂനി യാ ഖദീജ, ഖദീജ പുതപ്പിട്ട് തരൂ, വിറക്കുകയാണ് നബി. സാധാരണഗതിയിൽ നമ്മളാണ് അങ്ങനെ പോയതെങ്കിൽ മലമുകളിൽ പോയി കുത്തുന്നാലൊക്കെ ഉണ്ടാവും നമ്മളെ ഭാര്യ. നിങ്ങൾ ഭാവനെ കണ്ടാൽ മതി. ഖദീജ ബിയു എന്താ ചെയ്തറിയോ? റസൂലുള്ളാഹിന്റെ തലയിൽ കൈവച്ചിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഖ്സിക അല്ലാഹു അബദ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂല, പ്രയാസപ്പെടുത്തൂല. എന്താ കാരണം? ഇന്നക തസ്ലുർ റഹിം, നിങ്ങൾ രക്തബന്ധം ചേർക്കുന്ന ആളാണ്. തുഹ്മിലുൽ കല്ല, പ്രയാസപ്പെടുന്നവരെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്. തുഈനു അലാ നവായിബിൽ ഹഖ്, യഥാർത്ഥ ആവശ്യക്കാരെ നിങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾ അള്ളാഹു ഒരിക്കലും വിഷമിപ്പിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ സമാധാനപ്പെടുത്തുക. ആര്? ഖദീജ ബീവി. അതാണ് സാലിയത്തായ പെണ്ണ്. നിങ്ങളൊരു കച്ചവടമൊക്കെ നടത്തിയൊക്കെ പൊളിഞ്ഞിട്ട് നിങ്ങൾ ഭാര്യനോട് നിങ്ങൾ പോയി സംസാരിച്ചു നോക്കി, എനിക്കിപ്പോൾ എല്ലാം കൂടിയും അറ്റാക്ക് ആകുമോ എനിക്ക് പേടിയാകുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാക്ക് വരണമെന്ന് അറിയാം. ഞാൻ അന്നേ പറഞ്ഞു നിങ്ങളോട് ആ കച്ചവടം ചെയ്യേണ്ടതാണ്. എന്താ കാരണം? ആ ഭാര്യനെ നമ്മൾ നേടിയത് എന്താ? സാലിയത്തായ ഭാര്യനെ നമ്മൾ തെരഞ്ഞിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. നമുക്ക് വേണ്ടാണ്. നമ്മൾ കാണാൻ അഴകുള്ള, ചൊറുക്കുള്ള, നല്ല ഉണ്ടക്കണ്ണ്, ഇതൊക്കെ അല്ലേ നമ്മൾ പറയല്. അമ്പിളി, താമര ഇതള് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ. ഈ മാപ്പിളപ്പാട്ടുകാർ പറയുന്നതാ അമ്പിളിയാണ്, താമര ഇതളാണ്. ഒരു പുണ്ണാക്കുമല്ല. അതുകൊണ്ട് പെണ്ണും അങ്ങനെ തന്നെ ആണല്ലോ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്താ പറയാ, എങ്ങനത്തെ ആണായിരിക്കണം അല്ലേ? അവർക്ക് സാധാരണ ദീനുള്ള ആണൊന്നും പറ്റില്ല. ദീനുള്ള ആണുങ്ങൾക്ക് ഒന്നും വിലയില്ല. അപ്പൊ അതെന്താ കാരണം? നന്ദിയില്ലാത്ത വർഗം ഇവിടെ വളർന്നു വന്നതാ കാരണം. അപ്പൊ നമുക്ക് നോക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഖൈറുൻ നിസാ, പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണ് മൻ, ഒരാളാണ്. ഇൻ നളർത്ത സറത്തുക, നീ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കും. അതാണ് നല്ല പെണ്ണ് കേട്ടോ. മുഖം കനപ്പിക്കൂല. രാവിലെ പറഞ്ഞത് ഓർത്തു വെച്ചിട്ട് വീണ്ടും വന്നപ്പം ഇടങ്ങറാക്കൂല കേട്ടോ. അതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി വിശദീകരിച്ചിട്ട് പറഞ്ഞു, യംബഗീലിൽ മർഅത്തിൽ ഖായിഫത്തി മിനല്ലാഹി തആല, അല്ലാഹു തആലയെ ഭയപ്പെട്ട് ജീവിക്കുന്ന സാലിയത്തായ ഒരു പെണ്ണ് നിർബന്ധമാണ്. അൻ തജ്തഹിദ ലി താഅത്തില്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ അധ്വാനിക്കൽ. ആകെന്നല്ല പറഞ്ഞു, അൻ തജ്തഹിദ,
ഇല്ലി താഴത്തില്ല, അള്ളാഹുവിനനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കാൻ അധ്വാനിക്കുക. താഴത്തി സൗജിഹ, ഭർത്താവിനനുസരിക്കാൻ അധ്വാനിക്കണം. മാനസികമായി അധ്വാനിച്ചാലേ കഴിയുള്ളൂ കേട്ടോ. പിന്നെയോ അദ്ദേഹം പറയാണ്, ഫഹുവ, ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജന്നത്തുഹ വ നാറുഹ, ഭാര്യയുടെ സ്വർഗവുമാണ് ഭാര്യയുടെ നരകവുമാണ്. രണ്ടു നിലക്കും, ഭൗതികമായും അങ്ങനെ തന്നെയാണ്, ആഹത്തിലും അങ്ങനെ തന്നെ അല്ലേ. ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ സ്വർഗം പോലെ ആയിരിക്കും, ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നമ്പർ 1 നരകമായിരിക്കും അല്ലേ. എന്നാൽ ഇവൻ കാരണത്താൽ ഇവൾക്ക് സ്വർഗവും കിട്ടും, ഇവൻ കാരണത്താൽ ഇവൾക്ക് നരകവും കിട്ടും. ഈ ഭർത്താവ് കാരണത്താൽ. ഭർത്താവിനെ സങ്കടപ്പെടുത്തിയാൽ നരകം ഉറപ്പാ, സംശയിക്കണ്ട കേട്ടോ. അപ്പം അതാ പറഞ്ഞത്. എന്താണ് നല്ല ഭാര്യയുടെ മറ്റൊരു സ്വഭാവം? അസുക്കൂത്തു ഇന്ദ കലാമി, ഭർത്താവ് സംസാരിക്കുമ്പോൾ മൗനമായി നിൽക്കണം. വായക്കേറി സംസാരിക്കാൻ പാടില്ല, അല്ലെ അങ്ങനെയല്ല ചാടി കളിക്കാൻ പാടില്ല. നമ്മൾ ഒരു കാര്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പം തന്നെ അതൊന്നും അങ്ങനെയല്ല എന്നുള്ളവർക്ക് തല കുലിക്കാൻ മതി, പോരെ, വേറൊന്നും വേണ്ട. അങ്ങനെ ആക്കിയാൽ മതി അല്ലേ. ഒരു വിവരമില്ലാത്ത ആളാന്ന് അതിൻ്റെ അർത്ഥം. അവിടെയാണ് ഇബ്നു ഹജർ ഹൈത്തമി വിശദീകരിക്കുന്നത്. അസുക്കൂത്തു ഇന്ദ കലാമി, ഭർത്താവ് സംസാരിക്കുമ്പോൾ മൗനമായി നിന്ന് കേൾക്കണം. പിന്നെ നല്ല ഭാര്യന്റെ മറ്റൊരടയാളം വൽ ഖിയാമു ഇന്ദ ഖുദൂമി, അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ നീറ്റ് നിൽക്കണം. ഇതൊന്നും ഇപ്പോഴത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞാണ്ടല്ലോ, ഓൽക്കൊന്നും ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഞാനും ആണ് ഒരു മൂപ്പര് പെണ്ണ്, നമ്മൾ രണ്ടാളും ജീവിക്കുന്നു, എനിക്കും ജോലിയുണ്ട് മൂപ്പർക്കും ജോലിയുണ്ട്, ഞാൻ എന്തിനാ മൂപ്പരും പെണ്ണിച്ചിരിക്കുന്നു. സാലിഹത്തായ പെണ്ണിന്റെ പ്രത്യേകത അത് കേട്ടോ. നമ്മൾ പെണ്ണ് കാണാൻ പോയപ്പോൾ ചോദിച്ചാൽ എന്താ, ഇതൊക്കെയാണോ? അല്ലല്ലോ. ഇത് എത്ര വരെ പഠിച്ചു, ഏത് കോളേജിലാണ് പഠിച്ചത്, അല്ലേ? ഇതല്ലേ നമ്മൾ അന്വേഷണം. അല്ലാണ്ട് എനിക്ക് ദീനുണ്ടോ, അല്ലാണ്ട് റസൂൽ എന്നെ പഠിപ്പിച്ചെന്താ ഈ അറിയോ, എനിക്ക് ഭർത്താവിനുള്ള ബാധ്യത എന്താ നമ്മൾ അന്വേഷിക്കണം? ഇല്ല, ചോദിച്ചില്ല. നമ്മൾ പെണ്ണ് കാണാൻ ചെന്നാൽ ഓൾക്ക് ഉണ്ടാക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. ഇപ്പൊ പുതിയ പരിപാടിയാണ് അല്ലേ, സിനിമയും സീരിയലും ഉണ്ടാക്കി കൊടുത്താ ഓക്കെ എന്തെങ്കിലും പറയാനുണ്ടാവും. എന്നിട്ട് ഭാര്യ ഓളെ വാപ്പി ഓന്റെ ബാക്കിയുള്ളവരും മാറി നിന്ന് കൊടുക്കുക, ഇಬ್ಬലും ഒറ്റയ്ക്കൊന്ന് വർത്താനം പറയാ. എന്താ ചോദിച്ചത്? ഒന്നുമില്ല. അറിയേണ്ടല്ലേ അറിയേണ്ടത്, ചോദിച്ചില്ല. ചോദിച്ചില്ല, രണ്ടാൾ ചോദിച്ചില്ല. നിങ്ങൾക്ക് ഇപ്പൊ ചിലവർ ചോദിക്കുന്ന എന്താ, നിങ്ങൾക്ക് ബുള്ളറ്റ് ഓട്ടാൻ അറിയുമെന്ന്, കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, ഇതൊക്കെയാണല്ലോ ഭർത്താവിനോട് ഇപ്പൊ ചോദിക്കുന്നത്. ഇതൊക്കെ പുതിയ ടൈപ്പ് ആൾക്കാരാണ്. സത്യത്തില് ആലോചിക്കുമ്പോണ്ടല്ലോ തല കറങ്ങി വീണു ഈ കൗമിന്റെ അവസ്ഥ. നിങ്ങളത് ചിന്തിക്കാത്തോണ്ട് നിങ്ങളിങ്ങനെ സുഖമായി ജീവിക്കുന്നുണ്ട്, നല്ല തടിച്ചു കൊയ്ത്ത് നടക്കുന്നുണ്ട്, അത്രയുള്ളൂ. കൗമിനെ പറ്റിയും ചിന്തിച്ചാണ്ടല്ലോ മെലിഞ്ഞു പോവും. വല്ലാത്ത അവസ്ഥ അല്ലേ. ഇനി ഒരു കല്യാണം ഉണ്ടെങ്കിലോ കൊണ്ടുവരുന്ന കോലകണ്ണുകൾ ഒന്നിനെ ക്ലോസറ്റിൽ, വേറെ ഒന്നിനെ കുതിരപ്പുറത്ത്, വേറെ ഒന്നിനെ ഒട്ടകപ്പുറത്ത്, വേറെ ഒന്നിനെ മയ്യത്തട്ടില്. എന്താ എന്നിട്ട് അതിന് പാട്ടും ചെണ്ടിയും കൂത്തും കുറെ ചെറുപ്പക്കാർ നിന്ന് ചാടുന്നു അല്ലേ. എന്താ ആഭാസം അതൊക്കെ. എന്നാ മയ്യത്തുണ്ടാവും അങ്ങനെ ഉണ്ടായിക്കൂടെ? പിന്നെ അങ്ങനെയല്ലേ തമിഴന്മാർ ചെയ്യുന്നത്. മയ്യത്തുണ്ടാവും പോൽ ചാടി കളിക്കില്ലേ, പോൽ തുള്ളനില്ലേ. ആ തുള്ളൽ എന്താ നിങ്ങളെ മയ്യത്തുണ്ടാവും പറ്റില്ലേ? അപ്പൊ നിങ്ങൾ എന്തൊരു പാവാണ്, എന്തൊരു സാധുക്കളാണ്. മൗലവി നമ്മളെ ബാപ്പ മരിച്ചു ദ്വാരക്കാൻ കേട്ടോ, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നിങ്ങളെ ബാപ്പ മരിച്ചു ദ്വാരക്കാൻ പണിയാണല്ലോ നമുക്ക്. നമ്മൾ ദ്വാരക്കും, നിങ്ങളാരും പറഞ്ഞിട്ടല്ല. ചിലവര് വിചാരിച്ചറിയോ, അവന്റെ വാപ്പന്റെ പേര് ഇവിടുന്ന് മെമ്പറിന്റെ മുകളിൽ പറഞ്ഞാൽ നേരിട്ട് ഞാൻ പറഞ്ഞാൽ അള്ളാഹ് എടുക്കും, എഴുതി വെക്കും, ചെന്നാ മതിതാ. ജീവിതത്തിന്റെ അശുദ്ധിയും വിശുദ്ധിയും ഒക്കെ മനസ്സിലാക്കുക കേട്ടോ. കുറച്ചൊക്കെ മനുഷ്യത്വവും വ്യക്തിത്വവും നന്ദിയും കൂറും സ്നേഹവും ഒക്കെ ഉണ്ടാവട്ടെ ആണിനും പെണ്ണിനും കേട്ടോ. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും നല്ല മനോഹരമായ ഒരു സ്വഭാവമാണെന്ത്, വൽ ഖിയാമു ഇന്ദ ഖുദൂമി, ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിൽക്കുക. വ ഖുറൂജിഹി മിനൽ മൻസിൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോഴും നിന്നിട്ട് സ്വീകരിക്കുക, ഒരു യാത്രയെപ്പോലെ. മനസ്സിലായോ? അപ്പോൾ അല്ലാണ്ട് ഭർത്താവ് പോകുമ്പോൾ നിങ്ങൾ പോകുമ്പോഴേ അവിടുത്തെ പൂട്ടിട്ടാളി, മറ്റേ ലോക്ക് ചെയ്താളി എന്നൊക്കെ അവിടെ ഒന്ന് പറയുക. നിങ്ങൾ പുറത്തു പോകല്ലേ, എന്നിട്ട് ഇപ്പോൾ കാലും വെച്ച് വന്തിയും വായിച്ച് കുത്തിരിക്കുക.
അങ്ങനെ കുത്തിരിക്കണോ? അങ്ങനത്തെ ആളുകൾ കെട്ടിയേ. കല്യാണം കഴിഞ്ഞ ഉടനെ അങ്ങനെയല്ല കേട്ടോ, ഇപ്പൊ പറഞ്ഞൊക്കെ ഉണ്ടാവും. 63 വയസ്സ് വരെ റസൂലുള്ളാന്റെ ജീവിതം അങ്ങനെ. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ 18-25 വയസ്സുള്ള സമയത്ത് പോകുമ്പോ കൊടുത്ത് കൈ കൊടുത്ത് അങ്ങനല്ല. അത് മരണം വരെ ഉണ്ടാവണം. അതാണ് ഇസ്ലാം. അതാണ് സാലിയത്തായ പെണ്ണും സാലിയായ ഭർത്താവും. കേട്ടോ, ഇത് കേൾക്കും നിങ്ങൾക്കും പൂതി ഉണ്ടാവും. ഞാൻ ഇറങ്ങുമ്പം എൻ്റെ അടുത്തവിടെ വന്നു അല്ലെ. പിന്നെ പറഞ്ഞതാ ഓ ഇൽഹാറുൽ ഹുബ്ബി ലഹു ഇന്ദൽ കുർബി. അടുത്ത് വരുമ്പോ തന്നെ, ഭർത്താവ് അടുത്ത് വരുമ്പോൾ തന്നെ ഇൽഹാറുൽ ഹുബ്, സ്നേഹം പ്രകടമാണ്. ഭർത്താവ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഭർത്താവിനോടുള്ള പ്രേമം, സ്നേഹം പ്രകടമാണ്. ഭർത്താവിനോട് കണഗുണ വർത്താനവും അന്യ ആണുങ്ങളോട് സ്നേഹ പ്രകടനമാണ് ഇപ്പോഴുള്ള പെണ്ണുങ്ങൾ. നിങ്ങൾ നോക്കേണ്ടി, നിങ്ങളായിട്ട് ഭയങ്കര പൊരിഞ്ഞ കച്ചറ, അപ്പോഴായിരിക്കും ഗ്യാസ് കുറ്റിയിട്ട് ആള് വരുന്നത്. ഓലോട് എന്തൊരു വർത്താനം അറിയോ ആ സ്നേഹപ്രകടനം. അതാണ് ഇബ്നു ഹജർ ഹൈതമി പറയാണ് ഓ ഇൽഹാറുൽ ഹുബ്ബി ലഹു ഇന്ദൽ കുർബി ഓ ഇൽഹാറു സുറൂർ ഇന്ദർ റുയ്യത്തി ലഹു. ഭർത്താവിനെ കാണുമ്പോൾ തന്നെ സന്തോഷം മുഖത്ത് വെളിവാണ്. ഇതാണ് നല്ല ഭാര്യ. ഒക്കെ പഠിച്ചോളി കേട്ടോ. ഇനി ഇപ്പൊ കെട്ടിയ പെണ്ണുങ്ങൾക്ക് ഈ ഹുത്തുബ കേൾപ്പിച്ചു കൊടുത്താൽ കിട്ടൂല ഒന്ന് കേട്ടോ. ഇപ്പൊ ചിലവർ വിചാരിക്കുക എന്നത്തെ ഹുത്തുബ ഒന്ന് ഓളെ കേൾപ്പിക്കണം, എന്നിട്ട് ഓളങ്ങനെ ആക്കണം. പരിശ്രമിച്ചോളി, നോക്കാലോ നടക്കുമെന്ന്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് പ്രയാസം അനുഭവിക്കാം പുരുഷന്മാര്. എന്താ കാരണം? ഭാര്യയെ കെട്ടിയെടുത്ത് പഴച്ചുപോയി അല്ലെ. അതല്ലേ റസൂലുള്ള പറഞ്ഞ് 2 കാര്യം മുസ്ലിങ്ങൾക്ക് പഴക്കാൻ പാടില്ല. ഒന്ന് വിവാഹം കഴിക്കുന്നിടത്ത്, മറ്റൊന്ന് യുദ്ധം നടത്തുന്ന സ്ഥലം അത് തിരഞ്ഞെടുക്കുമ്പോൾ. എന്നിട്ട് അവിടെ കല്ലും മുള്ളും ഉണ്ടാകാനോട് നമ്മൾ പരാജയപ്പെട്ടെന്ന് പറയാൻ നിൽക്കരുത്. അല്ലേ? യുദ്ധത്തിന് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴും ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോഴും ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോഴും എന്ത് വേണം? പഴച്ചു പോകാൻ പാടില്ല. പഴച്ചു പോയാൽ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അനുഭവിച്ചേ പറ്റൂ. ഇനിയോ റസൂലുള്ള പറയാം, ഇനി നിങ്ങൾ അല്ലാത്ത പെണ്ണെ കെട്ടി നിൽക്കുക. നമുക്ക് കിട്ടിയ സാലിയത്താണോ അല്ലെന്ന് ഞാൻ ഈ പറഞ്ഞ പ്രകാരമാണോ നമുക്കുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ, എന്റെ ഭാര്യ സാലിയത്താണോ, ഞാൻ സാലിയ. നിങ്ങൾക്കും വേണം കുറെ സാലിയാകുക, എന്നാലേ ഉള്ളത് ആവുള്ളൂ കേട്ടോ. അത് പറഞ്ഞുതരാം. നിങ്ങളോളെ ബഹുമാനിക്കണം ഭാര്യനെ. അതാണ് നല്ല ഭർത്താവ്. മാ അക്രമൻ നിസായില്ല കരീം. ഭാര്യമാരെ ബഹുമാനിക്കുക മാന്യന്മാരായ ഭർത്താക്കന്മാരാ. വമാ അഹാനഹുന്ന ഇല്ല ലഈം. നീചന്മാരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ വല്ലാതെ ഷൗട്ട് ചെയ്യും. അങ്ങനത്തെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനത്തെ ഭാര്യ ഉണ്ടാവില്ല കേട്ടോ. റസൂലുള്ള പറയാം, നല്ല ഭാര്യനെ കിട്ടിയ അത് വേണം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ വാക്കിട്ട് നിങ്ങൾ വല്ലാത്ത വാക്കാ. റിഫ്കൻ ലിൽ ഖവാരീർ. സ്ഫടികത്തോട് സൗമ്യമായി പെരുമാറണം. പെണ്ണ് അല്ലാഹുവിന്റെ റസൂൽ ഉപമിച്ച് സ്ഫടികത്തോടാ. വേഗം വരിയും കുറിയും വീഴും. സ്ഫടികത്തിന്റെ പ്രത്യേകത ആണല്ലോ, വേഗം എന്താവും? സ്ക്രാച്ച് പോകും. അതുപോലെയാണ് അവര്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഫടികത്തോട് സൗമ്യമായി ഇടപഴകണം കേട്ടോ. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലേ ഈ പെണ്ണുങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റിക്കാനും നമ്മൾ പോകുമ്പോൾ നമ്മളെ അനുഗമിക്കാനും ഒക്കെ തോന്നുള്ളൂ അല്ലേ. നമ്മളെ കാണുമ്പോൾ തന്നെ മുഖത്ത് സന്തോഷം വരുള്ളൂ. ഇപ്പം നമ്മളെ കാണുമ്പോൾ ഒരു 10-50 വയസ്സായ ശേഷം നമ്മളെ കാണുമ്പോൾ എന്താ ഉണ്ടാകുക? ഹർത്താലൊക്കെ ഉണ്ടായാലും ഓള് ചോദിക്കൂ, നിങ്ങൾ പോളില്ലേ? ഇല്ല. വൈകുന്നേരം പോട്ടോ, ഏതായാലും പോളില്ല. ഇന്ന് തീരെ പോളില്ല. ഓളെ മുഖം കറുക്കുക ചെയ്യുക. കാരണം നിങ്ങളുടെ സാന്നിധ്യം ഓൾ ഇഷ്ടപ്പെടുന്നില്ല. അത്രമാത്രം മോശപ്പെട്ട മനുഷ്യന്മാരാ. ഇത് മുസ്ലിമാണോ? ആണോ? നിങ്ങളൊന്ന് ആലോചിക്കട്ടോ. റസൂലുള്ള പറയാ, സാലിയത്തായ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ മാ തറക്തു ബഅദി ഫിത്നതൻ അലറഅല റിജാലി മിൻ നിസാ. മാ തറക്തു ബഅദി, എന്റെ മരണശേഷം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നില്ല. ഫിത്നതൻ, ഏറ്റവും വലിയൊരു വിപത്ത്. അതാരാ? അലറഅല റിജാലി മിൻ നിസാ. പുരുഷന്മാർക്ക് ഏറ്റവും വലിയ വിപത്ത് സ്വന്തം ഭാര്യയാവും. ഭയങ്കര വിപത്താ സാലിയത്തല്ലെങ്കിൽ. സാലിയത്താണെങ്കിലോ നമ്മളെന്താ പറഞ്ഞത്? തുയിനു അംജി ദുനിയാക്ക ആഹ്റത്തിക്ക ദീനിക്ക. നിന്റെ ആഹ്റത്തിന്റെ കാര്യത്തിൽ സഹായിക്കും, നിന്റെ ദീനിന്റെ കാര്യത്തിൽ സഹായിക്കും, നിന്റെ പരലോകം നിനക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇതൊക്കെ ചെയ്യും. എന്താ കാരണം? നമ്മൾ നമസ്കരിക്കില്ലേ, നമ്മളെ കൊണ്ട് നമസ്കരിപ്പിക്കും. നമ്മൾ മുതലിന് സക്കാത്ത് കൊടുക്കില്ലേ, നിങ്ങൾക്ക് ആ മുതലില്ലേ ഈ മുതലില്ലേ നിങ്ങൾ സക്കാത്ത് കൊടുത്തു എന്ന് അന്വേഷിക്കും. അല്ലേ? അങ്ങനെ നമ്മൾ ആഹാരം ശരിയായി തരും.
പിന്നെ ദുനിയാവിലോ ഉള്ള പൈസ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വെറുതെ മോഹം ഉണ്ടാവില്ല. എനിക്ക് അവിടെ പോകുമ്പോൾ വേറെ ചുരിദാർ വേണം, ഇവിടെ പോകുമ്പോൾ എനിക്ക് വേറെ സാരി വേണം, അപ്പുറത്ത് പോകുമ്പോൾ വേറെ ചുരിദാർ വേണം, അത് അവിടെ ഇട്ടതാണ്, ഇവിടെ ഇടാൻ പറ്റില്ല എന്നൊന്നും നിങ്ങളോട് പറയുക. എന്താ കാരണം? ദുനിയാവിന്റെ കാര്യത്തിലും അവൾ നിങ്ങളെ സഹായിക്കും. അതാണ് സാലിയത്തായ പെണ്ണ് കേട്ടോ. നമ്മളൊക്കെ പെണ്ണുങ്ങൾ ആരാന്നുള്ളത് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഞാനിത് പറയുമ്പം. അപ്പോ ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളി. സ്ത്രീകളോട് പറയാ റസൂലുള്ള പ്രത്യേകം, ഉരീത്തു അന്നാർ, എനിക്ക് അള്ളാഹു നരകം കാണിച്ചു തന്നു. അള്ളാഹുന്റെ റസൂലിനെ മിറാജിന്റെ രാവിൽ നരകം കാണിച്ചു കൊടുത്തു. അതുവരെ മരിച്ചുപോയ ആളുകളുടെ നരകം കാണിച്ചു കൊടുത്തു. അപ്പോഴോ അക്സറു അഹ്ലുഹ അന്നിസാ ഫൈനി റായിത്തുഹ അക്സർ അഹ്ലിയ അന്നിസാ, ഞാൻ കണ്ടത് നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാ, ആണുങ്ങളെക്കാൾ കൂടുതൽ. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു, ഒലിമതാക്ക, അതെന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ, യാ റസൂലുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? റസൂലുള്ള പറഞ്ഞു, രണ്ട് കാരണ പറഞ്ഞു. ഒന്ന് തുക്സിർനല്ലയന, എപ്പോഴും ശാപം വാക്കുകൾ വർദ്ധിപ്പിക്കും. നിങ്ങൾ നന്നാവില്ല, നിങ്ങൾ നേരാവില്ല, ഇബൻ നേരാവില്ല, ഓൻ പഠിക്കൂല, എനിക്ക് പ്രതീക്ഷയില്ല നിങ്ങളെപ്പറ്റി, അങ്ങനെയൊക്കെ പറയും. അതാ ലയനത്ത് വർദ്ധിപ്പിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യമോ തെക്ഫുറിനല്ല അഷിയറ, ഭർത്താക്കന്മാരോട് നന്ദികേടും കാണിക്കേണ്ടത്. നമ്മളെ വിഷയം നന്ദികേടാണല്ലോ, നന്ദികേടും കാണിക്കും. അതെങ്ങനെ? സാഹബ് ചോദിച്ചു, അതെങ്ങനെ? പെണ്ണുങ്ങൾ ചോദിക്കുക, നമ്മളെങ്ങനെ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നു? അപ്പൊ റസൂലുള്ളാഹി അതിന് കാരണം പറഞ്ഞു കൊടുത്തു. ഇന്ന അഹ്സന ഇലൈക്കും ദഹ്റ കുല്ല, കാലം അവൻ ജീവിച്ച നാളോളം അവൻ എന്ത് ചെയ്തു? ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ചു, പരമാവധി അധ്വാനിച്ചു. തെക്കുലിന, എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, മാ റായിത്തു മിൻക ഹൈറൻ കത്ത്, ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഹൈറുണ്ടായില്ല എന്ന്. അതാണ് നന്ദികേട്. എല്ലാം ഒറ്റ വാക്ക് കഴിയും, എനിക്കിക്കാലം വരെ നിങ്ങളെ കൊണ്ട് വലിയൊരു ഹൈറൊന്നും ഉണ്ടായില്ല അല്ലേ? അതുകൊണ്ട് നന്ദിയുള്ളവരായി മാറണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിരന്തരമായി പറഞ്ഞ ആവശ്യമാണ് നന്ദി ഉണ്ടാവണമെന്ന് കേട്ടോ. അള്ളാഹു നന്ദിയുള്ളവരാവുക, നമ്മൾ തഖ്വയുള്ളവരാവുക, അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിന് വഴിപ്പെട്ടും ഭർത്താവിന് വഴിപ്പെട്ടും ഭാര്യയെ ശ്രദ്ധിച്ചും ഭാര്യയെ ബഹുമാനിച്ചും ഭർത്താവിനും ഭാര്യയെ നിന്ദിക്കാതെയുമൊക്കെ ജീവിച്ച് നല്ലൊരു കുടുംബമായി ദുനിയാവിലും ആനന്ദം പരലോകത്തും പരമാനന്ദം ലഭിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ.